സോംബി വൈറസ് വ്യാപിച്ചിട്ട് ഇന്ന് ഒരാഴ്ച തികയുന്നു. ജനങ്ങൾ ശേഖരിച്ചു വെച്ച ആഹാരങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സോംബി വൈറസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായിരിക്കുകയാണ്. അമേരിക്ക, റഷ്യ, ചൈന എന്നിവിടങ്ങളിൽ നിന്ന് വിദഗ്ധ സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടു. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവർ പൂർണ്ണമായും ഇല്ലാതെയാവുന്നതുവരെ ജീവൻ നിലനിർത്താൻ പരമാവധി നോക്കുക. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപോയി കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ ഇളം ന്യൂസ് ഉണ്ടോ? ഇല്ലടാ, എന്ത് പറ്റി? എടാ, നമ്മളിവിടുത്തെ ബീച്ചില് ഷിപ്പിന് കണ്ടെയ്നർ മൊത്തം പറഞ്ഞ് അലേർട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. അലർട്ടാ? എന്തോന്ന് അലർട്ട്? ഇതില് കെമിക്കൽസ് എന്തോ അങ്ങനെയൊക്കെയാണ് പറയണത്. അതൊക്കെ ആയിരിക്കും. എന്തായിരുന്നാലും അതിന്റെ അടുത്തോട്ട് ആരും പോവല്ലെന്നാണ് പറയണത്. അതിന്റെ അടുത്തോട്ട് പോരുതെന്ന് പറഞ്ഞ ഐ ഫീൽ സംതിങ് ഫിഷി. എനിക്ക് തോന്നണത് അവിടെ എന്തോ കാര്യമായിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം അല്ലേ? ഓ, വല്ല വിലപിടിപ്പുള്ള കാര്യങ്ങളും കിട്ടിയാലേ. എടാ, വേണോ? വല്ല കെമിക്കലും കാണും ഇതിന്റെ അകത്ത്. വേണ്ടാത്ത പണിയാണ്. ഇവിടെ ഒന്ന് പോടാ. ചിലപ്പോ നമ്മൾ ഇതിലൂടെ ആയിരിക്കും രക്ഷപ്പെടുന്നത്. നമുക്ക് നാളെ രാവിലെ തന്നെ പോയല്ലോ. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. നിർബന്ധിക്കണില്ല, വേണമെങ്കിൽ വരാം. സ്വർണം തന്നെ കിട്ടണമെന്ന് ഇല്ലടേ, പക്ഷെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനം തന്നെ ബിസിനസ് തുടങ്ങിയാലോ? എന്തൊരു ബിസിനസ്? സ്വർണ്ണോ ഐഫോണോ അങ്ങനെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനം തന്നെ നമുക്ക് കിട്ടണം. എന്നാ നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇതൊന്ന് പച്ച കളർ ഇരിക്കുന്ന അവിടെ. എന്താടാ അത്? ഇതാണ്ടേടാ, അവിടെ കിടക്കണ്ടാ. എന്തരളിയാ? വാണിങ്. സോംബി വൈറസ്. എടാ, സോംബി! സോംബി! എടാ, നമ്മൾ ആടത്തി പറയേണ്ടത്. എടീ, നാട്ടുകാരെ ജീവൻ രക്ഷിച്ച് നമുക്ക് വല്ല പുണ്യം കിട്ടാണ്ട്. എടാ, എന്നാലും എപ്പോഴും നമ്മളെ കളിയാക്കിയിട്ടല്ലേ ഉള്ളൂ. എടാ, എല്ലാം ചാവട്ട്. എടാ, എന്നാലും പറയേണ്ട നമ്മളൊരു ഇതല്ലടാ. എടാ, നീ ചെന്ന് ഇറങ്ങിക്കോട്. ആദ്യം സോംബിയൊക്കെ നിന്റെ മണ്ടയിലോട്ടായിരിക്കും. എടാ, ആദ്യം നമുക്ക് നമ്മളെ ജീവൻ സേഫ് ആക്കാം, എന്നിട്ട് നാട്ടുകാരെ നോക്കാം. അവൻ പറഞ്ഞ കാര്യമുണ്ട്. നമുക്ക് നമ്മളെ കാര്യം സേഫ് ആക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കണം. പ്ലാൻ അല്ലേ? ഫോൺ മാറ്റും, എടുത്ത് മാറ്റാ. ഗൈസ്, എന്താണ് പ്ലാൻ? ആദ്യം നമുക്ക് കുറച്ച് ഫുഡ് വേണം. യു മീൻ എന്ത് ഫുഡ് വേണം? ക്യാൻഡ് ഫുഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, മെയിൻലി വാട്ടർ. പക്ഷെ നിങ്ങളെല്ലാവരും ഇപ്പോൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്. സബ്സെ ഇമ്പോർട്ടൻറ്റ് തിങ്, വി നീഡ് വെപ്പൺസ്. ഓക്കെ, വെപ്പൺസ്. നോട്ട് ദിസ് വൺ. കുറച്ച് റിയൽ ആയിട്ടുള്ള വെപ്പൺസ്. അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് മെഡിസിൻസ് സപ്ലൈസ്. കയ്യിൽ വെട്ട് മനസ്സിൽ പെട്ട് വാക്കുകൾ പെറുക്കി രാത്രി കറുപ്പ് ആഴം വരച്ചത കണ്ണുകളിൽ മൂടി പെട്ടെന്ന് പൊട്ടും ടിക്കൻ ടൈം ബോംബ് ആരും നോക്കില്ല തലയിൽ തോച്ച് മാറും പടം വരയക്കുന്നു വാക്കുകൾ തീർത്തില്ല വരച്ചു വര ഭ്രാന്ത കവിത വരച്ചു വര മനസ്സിൻ വെളിച്ചം വരച്ച വര സായാഹന ചിഹ്നം വരച്ച വര നിശബ്ദ ചിന്തകൾ തീർന്നു നഗരത്തിന്റെ ചോര തൂക്കിയ ചില്ലുകൾ
എടാ നമുക്ക് തോക്ക് വേണം. തോക്കാ ഇതൊക്കെ ഇപ്പൊ ഇവിടെ ഒന്നും. എടാ നമ്മളെ സ്റ്റാലി ആർമറിയിലല്ലേ വർക്ക് ചെയ്യണം. നമ്മൾ ചോദിച്ചാൽ തോക്ക് കിട്ടൂലേ? ആ ശരിയാണ്, നീ ഒന്ന് വിളിച്ചു നോക്ക്. എടാ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് കുറച്ച് തോക്കുകൾ എന്തായാലും വേണം. നീ എടുത്തു വെച്ചു, നിനക്ക് എന്തായാലും ആവശ്യമൊക്കെ വരും. സോംബി അല്ലേ? എവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ? ബീച്ചില്. ആ തോക്കൊക്കെ ഒപ്പിച്ചു തരാം. കുറച്ച് പൈസയാവും. 50,000 രൂപയാവും. പൈസ ഒരു വിഷയമല്ല, നീ തോക്ക് സാധനം. ഞാൻ ഇപ്പൊ പോണത് അത്യാവശ്യമാണ്. നിങ്ങൾ പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടേക്ക്. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തരാം. സാധനം കിട്ടൂല, ഉറപ്പല്ലേ? എടാ നാളെ തന്നെ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഓ അതൊക്കെ ഓക്കെ. നീ പൈസ അക്കൗണ്ടിലോട്ട് ഇട്ടിരുന്നാൽ മതി. നീയും കൂടെ ഒന്ന് സൂക്ഷിച്ചോ. അതൊക്കെ ഓക്കെ. പിന്നെ ബീച്ചിൽ സോംബി എല്ലാത്തിനും ഭ്രാന്തായെന്ന് തോന്നുന്നു. ന്യൂസ് ഉണ്ടോ? കേരളത്തിൽ സോംബി വൈറസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായിരിക്കുകയാണ്. അമേരിക്ക, റഷ്യ, ചൈന എന്നിവിടങ്ങളിൽ നിന്ന് വിദഗ്ധ സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടു. വീടുകളിലേക്ക് സോംബി അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അവർ അറിയിച്ചു. ടൂൾസ് എടുക്കടാ, എന്തെങ്കിലും എടുത്തോണ്ട് പോവാ. ഞാൻ ന്യൂസ് ഇപ്പോൾ കണ്ടേ ഉള്ളൂ. ഞാൻ സ്റ്റോറി പോയി തോക്കെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആക്രമിക്കുന്ന സോംബികളെ കൊന്നതിനെ തുടർന്ന് ഭാവിയിൽ നിയമ നടപടികൾ എടുക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. സോംബി വൈറസ് ഒരു കണ്ടെയ്നറിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് സംശയിക്കുന്നു. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവർ പൂർണ്ണമായും ഇല്ലാതെയാവുന്നതുവരെ ജീവൻ നിലനിർത്താൻ പരമാവധി നോക്കുക. സോംബി വൈറസ് വ്യാപിച്ചിട്ട് ഇന്ന് ഒരാഴ്ച തികയുന്നു. ജനങ്ങൾ ശേഖരിച്ചു വെച്ച ആഹാരങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എടാ ഫുഡൊക്കെ ഏതാണ്ട് തീരാറായി. എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എടാ ഞാൻ സ്റ്റോക്ക് നോക്കി, മാക്സിമം 3 ദിവസം എൻ്റെ അപ്പുറത്തോട്ട് പോകില്ല. നോക്കണല്ലേ, കറണ്ട് എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. നെറ്റ് എന്തായാലും കിട്ടണില്ല. നമുക്ക് രണ്ടും കളിപ്പിച്ച് പുറത്ത് പോയി നോക്കാം. വേറെ ആരെങ്കിലും നമ്മളെപ്പോലെ ജീവനോട് ഉണ്ടെങ്കിൽ. നീ എന്തിനാ പറയണ? പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ, സോംബി തട്ടിയിട നടക്കാനും വയ്യ. ശരിയാണ്, ഒരു മനുഷ്യ കുഞ്ഞിനെ കണ്ട കാലം മറന്നു. നമുക്ക് പോയി നോക്കാടാ. നമ്മളിൽ വെപ്പൺസ് ഉണ്ടല്ലോ. വെപ്പൺസ് ഉണ്ട്, പക്ഷെ ചെറിയ പ്രശ്നമാണ്. ഞാൻ തോക്കെടുത്ത്, പക്ഷെ ഉണ്ട കുറച്ചേ ഉള്ളൂ. എടാ ഉള്ള ഉണ്ടെങ്കിലും വെച്ച് എന്തെങ്കിലും ചെയ്യാം. നമുക്കിപ്പോ ഈ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. ഒരു കാര്യം നടക്കൂല. നമുക്ക് തോക്കം അവിടെ ആണെങ്കിൽ ഞാൻ എന്തായാലും പോയി നോക്കാം. ഇത് ചുമ്മാ പോയിട്ട് കാര്യമില്ല, അതൊരു പ്ലാൻ ഉണ്ടാക്കണം. ഇതാ വേറെ ഇല്ലേ? ലോ ബഡ്ജറ്റല്ലേ ഇതൊക്കെ കിട്ടുള്ളൂ. അല്ല ഞാൻ പറഞ്ഞ സാധനല്ലേ. നമുക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കണം എങ്ങനെ ചെയ്യണമെന്ന്. നാളെ നമുക്ക് റോഡിൻ്റെ അപ്പുറത്തെ ഭാഗം കവർ ചെയ്യാം. ഇവിടെ ആകുമ്പം തോടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെയുള്ള റോഡിൽ കൂടെ ആയിരിക്കും അവന്മാർ കൂടുതൽ വരാൻ പോകുന്നത്. അവിടെ ഫാക്ടറി ഉണ്ട്, അവിടെ നിന്നുള്ള ആൾക്കാരായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യണം ഇത്രയും സ്ഥലത്ത്. ഇതിലിപ്പോൾ അവരെവിടെ നിന്ന് അടിക്കാനാണ് പ്ലാൻ? അവന്മാർ ഇവിടെ നിന്നും എങ്ങോട്ട് വേണമെങ്കിലും അടിക്കുക. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. വിചാരിച്ച പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇങ്ങോട്ട് ഓടാം. നമ്മളെന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോകില്ലടാ. ചാവണവരടിച്ചു.
പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി മലസമലസമായി അരികിലൊഴുകി ഞാൻ ഇളം പൂങ്കാറ്റിനോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും ബുള്ളറ്റിലല്ല ഇതും തീർന്നു. നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ അവന്മാരെന്തായാലും ഇതിൽ കൂടെ വരുവടാ. എടാ നമുക്ക് ആ പാറ മുകളിലോട്ട് പോയാലേ? അവിടെ എന്തായാലും അവര് വരൂലെന്ന് തോന്നുന്നു. എന്നാ വാ അങ്ങോട്ട് പോ. അയ്യടാ ചാവ ഇറങ്ങി തിരിച്ചിട്ട് എന്തിനാണ് കിടന്ന് ഓർണത്? എടാ സിനിമയെ കാണുമ്പോൾ അത്ര എളുപ്പമല്ലടാ കാര്യം. 4 സൈഡ് സോംബി വളങ്ങി. നമ്മൾ എങ്ങോട്ടത് പറയും ഓടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലടാ. ഇനി ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങ് തീരട്ടെ. നമുക്കിനി ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലടാ. ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇവിടെ നിന്നാലും പ്രതീക്ഷയുടെ അവസാന കരണം പാടയം ഇറങ്ങിയാലും അവശേഷിക്കുന്നത് ഒരിട്ട് ജീവനാണെങ്കിൽ പോലും രക്ഷിക്കാൻ അവർ വരും. ഇന്ത്യൻ ആർമി.